ജോജുവിനെ ഒതുക്കുന്നോ? ജോജുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ജോജു തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജോജുവിനെ സിനിമാ രംഗത്ത് തന്നെയുള്ള ഒരു പ്രമുഖനായ നടനും ഭാര്യയും ചേർന്ന് ഒതുക്കുന്നുണ്ട്. പക്ഷെ ആരുടെ പേരും ഒന്നും അദ്ദേഹം പറയുന്നില്ല. എന്തായാലും ഇതൊരു ചർച്ചയ്ക്ക് വഴിവെച്ചിട്ടുണ്ട്. എന്തായാലും ജോജുവിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ സിനിമ, അതായത് വരവെന്ന് പറഞ്ഞ സിനിമ, ഞാനും ആദ്യത്തെ ഷോയ്ക്ക് പോയി കണ്ടതാണ്. ഒരു കാശിന് കൊള്ളാത്തൊരു സിനിമയാണെന്നുള്ള സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ എനിക്ക് ജോജു തോന്നിയ ഒരു പ്രത്യേകത, ജോജു ഒരു ഗംഭീര ആക്ടറാണ്. പക്ഷേ ജോജുവിനൊരു ജോസഫോ അല്ലെങ്കിൽ പൊറിഞ്ചു മറിയും ജോസിൻ്റെ ആ ഒരു രണ്ട് ടെംപ്ലേറ്റ് പിടിച്ചുള്ള കളികളാണ് കൂടുതലും ജോജുവിനുള്ളത്. ചവറ് പോലെ സിനിമ ചെയ്യുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. എല്ലാം ഒരേ സ്റ്റൈലും കൊണ്ട് മടക്കി കുത്തി ഇടിയും അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള സെന്റിമെന്റ്സും. ഈ രണ്ട് പാറ്റേൺ അല്ലാതെ ജോജു വ്യത്യസ്തമായ ഒരു സ്ക്രിപ്റ്റിങ്ങോ അല്ലെങ്കിൽ സിനിമകൾ കുറച്ച് നല്ല സിനിമകളുടെ സ്ക്രിപ്റ്റിംഗ് ആയിട്ട് വളരെ കുറച്ച് സിനിമകൾ ചെയ്യുന്ന ഒരു പ്രവണത ഒന്നും കാണുന്നില്ല. പിന്നെ ജോജു പറഞ്ഞത് നമുക്ക് വ്യക്തമല്ല, കാരണം ആരുടെയും പേരൊന്നും പറയാത്തിടത്തോളം കാലം നമുക്ക് ആധികാരികമായി ഒരു നടനെയോ അല്ലെങ്കിൽ ആ നടൻ്റെ ഭാര്യയെക്കുറിച്ചോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട്. ഇപ്പം സിനിമാ ഫീൽഡിൽ നല്ല എല്ലാ ഫീൽഡിലും പാരപ്പെടും. സിനിമാ ഫീൽഡിൽ ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷെ ജോജു ജോർജിന് സ്വന്തം കഴിവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, കാരണം നല്ലൊരു ആക്ടറാണ്, അത്യാവശ്യം ഗംഭീരമായിട്ട് അഭിനയിക്കുക, പറഞ്ഞ പോലെ എല്ലാ ആക്ഷൻ സീക്വൻസും നന്നായിട്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ സ്പേസ് വേറൊരാളും കൊണ്ടുപോകത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്പേസ് കൊണ്ടുപോകാനും അങ്ങനെയൊക്കെ സ്പേസ് കൊണ്ടുപോകാനാണെങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എന്തും വേണ്ടി പേര് ഒതുക്കാനൊക്കെ ശ്രമിച്ചു കാണും. പല നടന്മാരും ഒതുക്കാൻ ശ്രമിച്ചു കാണും. ഒതുങ്ങത്തില്ലല്ലോ. കാരണം സ്വന്തം കരിയറിൽ അല്ലെങ്കിൽ സ്വന്തം പെർഫോമൻസിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോജുവിന് ഇപ്പം 100 പേര് പ്രതിഷേധിച്ചാലും അല്ലെങ്കിൽ ഒതുക്കാൻ ശ്രമിച്ചാലും ജോജുവിനെ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ കമൻസ് എന്തായാലും ഉറപ്പായിട്ട് ഇട്ടേക്കുക.